ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുരാതന ആത്മീയ സാഹിത്യത്തിലെ അതിമനോഹരമായൊരു രചനയാണ്. സങ്കീർത്തനങ്ങൾ 34, അതിലെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. തികച്ചും നിഷ്പക്ഷമായി ഈ കവിതയുടെ ഘടന, പ്രധാന ആശയങ്ങൾ, ഇതിൽ അടങ്ങിയിരിക്കുന്ന ധാർമ്മിക ഉപദേശങ്ങൾ എന്നിവയെല്ലാം നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. ഇതൊരു സാധാരണ വായനയല്ല കേട്ടോ, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ വരികളിൽ ഒളിഞ്ഞിരിക്കുന്ന സാഹിത്യപരമായ ഭംഗിയും ജീവിത ദർശനങ്ങളും കണ്ടെത്തുന്ന രസകരമായൊരു യാത്രയാണിത്. ഈ കവിതയെ കേവലം തുടക്കം മുതൽ ഒടുക്കം വരെ അങ്ങനെ വായിച്ചു പോകുന്നതിന് പകരം കൂടുതൽ വ്യക്തതയ്ക്കായി നമ്മൾ ഇതിനെ 4 വ്യത്യസ്ത ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. സ്തുതിക്കാനുള്ള ആഹ്വാനം, വ്യക്തിപരമായ സാക്ഷ്യം, ജ്ഞാനത്തിന്റെ പാത, പിന്നെ അവസാനമായി നീതിമാന്മാരും ദുഷ്ടന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഇതിൽ ആദ്യത്തെ ഭാഗം ശ്രദ്ധിക്കുക. സ്തുതിക്കാനുള്ള ആഹ്വാനം, അതായത് നമ്മുടെ ആന്തരിക സമർപ്പണം എങ്ങനെ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നു എന്നത്. ഇവിടെ കവി മറ്റുള്ളവരെ ക്ഷണിക്കുന്നതിന് മുൻപ് തന്നെ സ്വയം തീരുമാനവും നിലപാടും വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഈ വരികളിൽ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കവി തുടക്കത്തിൽ തന്നെ സ്വീകരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കണ്ടോ? എന്നും, എപ്പോഴും എന്നീ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തുതന്നെ ആയാലും, എത്ര മോശം സാഹചര്യമാണെങ്കിലും ഞാൻ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കും എന്ന വളരെ ഉറച്ച ഒരു പ്രഖ്യാപനമാണിത്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കവിത മറ്റൊരു തലത്തിലേക്ക് മാറുകയാണ്. എല്ലാവരോടുമുള്ള ഒരു പൊതുവായ ആഹ്വാനത്തിൽ നിന്നും മാറി ഭയത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും തനിക്ക് ലഭിച്ച വിടുതലിന്റെ വളരെ വ്യക്തിപരമായ ഒരു അനുഭവ വിവരണമായി ഇത് മാറുന്നു. സങ്കടത്തിൽ നിലവിളിക്കുന്നവർക്ക് എങ്ങനെയുള്ള സഹായമാണ് ലഭിക്കുന്നത് എന്ന് ഇത് വളരെ വ്യക്തമായി കാണിക്കുന്നത് നോക്കൂ. സകല ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കിടിലൻ ദൃശ്യരൂപം കൂടി ഇവിടെ നൽകുന്നുണ്ട്. ദൈവത്തിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു എന്ന വളരെ ശക്തമായ ഒരു സൈനിക ക്യാമ്പിനെ അനുസ്മരിപ്പിക്കുന്ന ചിത്രമാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു കേവലമായ വിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ച് നേരിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. രുചിച്ചറിയുവിൻ എന്ന വാക്ക് എത്ര കൃത്യമാണല്ലേ! ഒരു ഭക്ഷണത്തിന്റെ രുചി അത് കഴിച്ചു നോക്കിയാൽ മാത്രം മനസ്സിലാകുന്നതുപോലെ ഈ പറയുന്ന നന്മ സ്വയം അനുഭവിച്ചറിയാനുള്ളൊരു ഓപ്പൺ ഇൻവിറ്റേഷനാണിത്. തുടർന്ന് കവി അതിശക്തമായ ഒരു രൂപകം ഇവിടെ കൊണ്ടുവരുന്നു. പ്രകൃതിയിലെ ഏറ്റവും കരുത്തുറ്റ ജീവിയായ സിംഹങ്ങളെയാണ് ഉദാഹരണമായി കാണിക്കുന്നത്. സ്വന്തം കരുത്തിൽ മാത്രം ആശ്രയിക്കുന്ന ഈ സിംഹങ്ങൾക്ക് പോലും ചിലപ്പോൾ ഇര കിട്ടാതെ പട്ടിണി കിടക്കേണ്ടി വരുമെന്ന വലിയൊരു യാഥാർത്ഥ്യം കവി ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് ഇതിനെ എന്തുമായാണ് താരതമ്യം ചെയ്യുന്നതെന്ന് നോക്കൂ. നേരത്തെ കണ്ട സിംഹങ്ങളുടെ കരുത്തിനെയും സ്വാശ്രയത്വത്തെയും കവി ഇവിടെ പൂർണ്ണമായും മറ്റൊരാശയവുമായി ബന്ധിപ്പിക്കുകയാണ്. സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന സിംഹങ്ങൾക്ക് പോലും പട്ടിണി കിടക്കേണ്ടി വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന വിസ്മയകരമായ ഒരു കാവ്യാത്മക വൈരുദ്ധ്യമാണിവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ കവിതയുടെ പകുതി പിന്നിടുമ്പോൾ ശൈലി ഒന്നാകെ മാറുകയാണ്. ജ്ഞാനത്തിന്റെ പാത ഇവിടെ ഒരു പ്രാർത്ഥനയിൽ നിന്നോ സ്തുതിയിൽ നിന്നോ മാറി സ്വന്തം വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക ജീവിതോപദേശങ്ങൾ നൽകുന്ന ഒരു ജ്ഞാനിയായ ഗുരുവായി കവി മാറുന്നു. ഇതൊരു കിടിലൻ ചോദ്യമല്ലേ? മനുഷ്യരുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് വായനക്കാരെ പൂർണ്ണമായും ആകർഷിക്കാൻ ഈ വരികൾക്ക് കഴിയുന്നുണ്ട്. സന്തോഷകരവും ദീർഘവുമായ ഒരു ജീവിതം ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ലല്ലോ. ആ സാർവത്രികമായ ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമായി വളരെ വ്യക്തവും പ്രായോഗികവുമായ ചില ചുവടുവെപ്പുകൾ കവി നിർദ്ദേശിക്കുന്നുണ്ട്. ശ്രദ്ധയോടെയുള്ള സംസാരമാണിതിൽ പ്രധാനം. നാവുകളെയും അധരങ്ങളെയും തിന്മയിൽ നിന്ന് കാത്തുസൂക്ഷിക്കുക. കൂടാതെ സമാധാനമെന്നത് നമ്മൾ വെറുതെ ഇരുന്നാൽ കിട്ടുന്ന ഒന്നല്ല, മറിച്ച് അതിനെ അന്വേഷിച്ച് സജീവമായി പിന്തുടരുക തന്നെ വേണം എന്ന വലിയൊരു പാഠം കൂടിയാണിത്. അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്കെത്തിയിരിക്കുകയാണ്. മനുഷ്യന്റെ പ്രവൃത്തികളും അവയുടെ അനന്തരഫലങ്ങളും തമ്മിലുള്ള വളരെ വ്യക്തമായ ദാർശനികമായ ഒരു വേർതിരിവാണ് ഈ അവസാന ഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ താരതമ്യം ഈ കവിതയുടെ ലോകവീക്ഷണം എന്താണെന്ന് വളരെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. നീതിമാന്മാർക്ക് ലഭിക്കുന്ന ദൈവികമായ സംരക്ഷണവും മറുവശത്ത് ദുഷ്കർമ്മികൾ സ്വയം വരുത്തിവെക്കുന്ന നാശവും തമ്മിലുള്ള വലിയൊരു അന്തരമാണ് നമ്മൾ കാണുന്നത്. ഈ പുരാതന രചന നന്മയ്ക്കും തിന്മയ്ക്കും നൽകുന്ന പ്രതിഫലങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇതിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗമാണിത്. ഈ വാക്കുകളിലെ ആഴം നോക്കൂ. തകർന്ന ഹൃദയമുള്ളവരോടുള്ള ദൈവികമായ അനുകമ്പയെക്കുറിച്ചുള്ള പുരാതന കാലത്തെ സങ്കല്പം എത്രത്തോളം മനോഹരമായിരുന്നു എന്ന് ഈ വരികൾ നമ്മെ കാണിച്ചു തരുന്നു. വേദനിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമായാണ് ഇതിനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ യാഥാർത്ഥ്യബോധം ഒട്ടും കൈവിടുന്നില്ല എന്നതാണ് ശ്രദ്ധേയം.
നീതിമാന്മാർക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന അപ്രായോഗികമായൊരു വാഗ്ദാനമല്ല ഈ കവിത നൽകുന്നത്. മറിച്ച് അവരുടെ ക്ലേശങ്ങൾ അസംഖ്യമാണെന്ന് വളരെ യാഥാർത്ഥ്യബോധത്തോടെ അംഗീകരിക്കുകയാണ്. എന്നാൽ അതിനേക്കാൾ ഉപരി അവരുടെ അസ്ഥികളെപ്പോലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് അവരുടെ അസ്തിത്വത്തെ പൂർണ്ണമായും സംരക്ഷിക്കുമെന്ന വലിയൊരു ഉറപ്പാണ് ഈ വരികൾ നൽകുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യത്തോടെ ഇന്നത്തെ ഈ വിശകലനം നമുക്ക് അവസാനിപ്പിക്കാം. അഭയം പ്രാപിക്കുക എന്ന ഈ പുരാതന ആശയവും നമ്മുടെ പ്രവൃത്തികൾക്കുള്ള ധാർമ്മികമായ അനന്തരഫലങ്ങളും ഇന്നത്തെ നമ്മുടെ ഈ ആധുനിക ലോകത്തിൽ എങ്ങനെയാണ് പ്രതിധ്വനിക്കുന്നത്? ഇതൊന്ന് ആലോചിച്ചു നോക്കേണ്ട കാര്യം തന്നെയാണ്, അല്ലേ? ഈ ചിന്ത നിങ്ങളിലേക്ക് വിട്ടുകൊണ്ട് ഇന്നത്തെ പഠനം നമ്മൾ പൂർണ്ണമാക്കുന്നു. എക്കാലത്തെയും വലിയൊരു സാഹിത്യ സൃഷ്ടിയുടെ ഉള്ളറകളിലേക്കുള്ള ഈ യാത്ര നിങ്ങൾക്ക് തീർച്ചയായും പ്രയോജനകരമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.